ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നതായ ധാരാളമായിട്ടുള്ളതായ കണക്കില്ലാത്തതായ അനുഗ്രഹങ്ങളിൽ നിന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നായി തിക്ർ ഞങ്ങളെ ആയുസ് ചെൽറത്ത്. ഈ അനുഗ്രഹത്തിൽ നിന്ന് ഇതിരെ മൂല്യ അറിയാമാറ്, ഇതിരെ ബല അറിയാമാറ് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ധാരാളമായിട്ടുള്ളതായ ആൽമാർ അശ്രദ്ധയിലുള്ളാറ്, ഗഫ്ലത്തിലുള്ളാറ് ചെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വഴിപാട്ട്. ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലാ വലബഖൈതും കസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിപാട്ട്. നക്ക് ഗൊಂತಿന്നതായ നക്ക് അറിയിച്ചതായ വിഷയ ಎಲ್ಲ ನಿಂಗೆ ಗೊತ್ತಿಂದಂಟೆಂಗಿಲ್ ನಿಂಗೆ ಜೀವಿತದಲ್ಲಿ ಯಾರು ಚಿರಿಕೋಗೂ ಸಾಧ್ಯ ಅಲ್ಲ. ಲಲಹಿಕ್ತುಂ ಖಲೀಲ, ನಿಂಗೆ ತೆಲ್ಲು ಮಾತ್ರ ಚಿರಿಕಾತಾರ, ನಿಂಗೆ ಚಿರಿಕೋಗೂ ಸಾಧ್ಯ ಅಲ್ಲ, ನಿಂಗೆ ಆಹ್ಲಾದಿಕೋಗೂ ಸಾಧ್ಯ ಅಲ್ಲ, ಸಂತೋಷಿಕೋಗೂ ಸಾಧ್ಯ ಅಲ್ಲ. ನಕ್ಕ ಗೊತ್ತಿನ್ನದಾಯ ನಕ್ಕ അറിയിച്ചതായ എല്ലാ വിഷയ ഒരു സമയം നിങ്ങൾക്ക് ഞാൻ തെരിപ്പാട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കൂ സാധ്യമല്ല. ഒല ബഖൈതും കസീറ, നിങ്ങൾ ധാരാളമായിട്ട് ബുൽപെടുത്താറ്, ധാരാളമായിട്ട് നിങ്ങൾക്ക് ബുൽപെടുത്താറ് ചെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിപാട്ട്. എന്താ തിക്ർ? ഈ ഹദീസിലെ പൊരുൾ മഹാന്മാരായ ഹദീസിലെ പണ്ഡിതന്മാർ ಅದಕ್ಕೆ ಶರ ಎಲ್ದಿರಾರ್. ಅದು ഒന്നോ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യക്ക് കൊടുത്തതായ ആയുസ്, അതിരെ മഹത്വ അറിയാമാറ്, അതിരെ ബല അറിയാമാറ്, അതിരെ ദുരുപയോഗപ്പെടുത്തിയിട്ട് അവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും തന്നിഷ്ടത്തിന് അനുസരിച്ചിട്ട് അതിരെ ദുരുപയോഗപ്പെടുത്തിയതായ ആൾമാർ അങ്ങ് അനുഭവിക്കുന്നതായ നഷ്ട, അങ്ങളെ ഖേദ, അങ്ങളെ പരാജയ അത് എത്രത്തോളമായി തിക്റിച്ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ച. രണ്ടാമത് മരണ. ആ മരണ സമയത്തിൽ അങ്ങ് അനുഭവിക്കുന്നതായ വെപ്രാള, ആ ദുഃഖ, ആ ഖേദകര മരണാനന്തര ഉള്ളതായ ജീവിതത്തിൽ അങ്ങ് അനുഭവിക്കുന്നതായ നഷ്ട, ഇതിനെ ഉദ്ദേശിച്ചിട്ടായി തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയത് ചെന്ന് ഹദീസിലെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണുക സാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായ അമൂല്യത്തിൽ നിന്ന് ഏറ്റവും അമൂല്യമായി തിക്ർ ഞങ്ങൾ ആയുസ് ചെൽറത്ത്. അതിരെ ಬೆಲೆ ನಂಗೆ ಗೊತ್ತಾವನುಂಟಾയെങ്കിൽ, ಅದರ ಮಹತ್ವ ನಂಗೆ ಗೊತ್ತಾವನುಂಟಾയെങ്കിൽ ನಂಗೆ ಮೌತ್ ಬಂತೆತ್ತೋನು. ಆ ಮೌತ್ ಎತ್ತುಮೊತ್ತುಗೈ ತಿಕ್ರ ಮಲಕುಲ್ ಮೌತ್ അള്ളാഹുരെ കൽപ്പന പ്രകാര റൂഹ് പിടിക്കുന്നതായ സന്ദർഭത്തിൽ ഈ ദുനിയാവിൽ ജീവിച്ചതായ, ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സുഖിച്ചിട്ട് തീർത്തതായ സമയ ആയുസ് അത് എത്രത്തോളം അമൂല്യമായി തിക്ർ ചെന്ന് ഞങ്ങൾക്ക് പിടിയാവും. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലത്തിൽ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് പരലോകവുമായിട്ട് അവൻ്റെ ആയുസ്സുമായിട്ട് അവൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതായ ധാരാളം സംഭവങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ചെൽറ.
വിശുദ്ധമായ ഖുർആൻ 6-ാമത്തെ അധ്യായ സൂറത്ത് അൻആമിലെ 61-62-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറത് നോക്കൂ. നിങ്ങൾ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറത് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമമാരെ മേൽ, ദാസന്മാരെ മേൽ സർവ അധികാരമുള്ളവനായിത്തിക്കറ. അവൻ്റെ മേൽ ഒരു അധികാരം ഇല്ല, അവൻ്റെ മേൽ ഒരു ആധിപത്യം ഇല്ല, അവൻ്റെ മേൽ ഒരു യജമാന ഇല്ല. അവൻ്റെ അടിമകളിൽ അള്ളാഹു സർവാധികാരിയായി ചിക്കറ. എന്നിട്ട് അള്ളാഹു ചെൽറതായ പലക്ക എത്ര ഗൗരവമായി ചിക്കറു. വയുർസിലു അലൈക്കും ഹഫളതൻ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് ഹഫളത്തിനെ കാവൽകാരെ അല്ലാഹു തആല അയച്ചിര. ആരയച്ചിക്കറാർ ആ കാവൽകാർ ചെന്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഇൻഫിത്താർ, സൂറത്തുൽ ഖാഫ്, അതേപോലെ സൂറത്തു സജദ, ഈ ജാഗലല്ല ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ച മനുഷ്യന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നതായ മലക്കുകളെ കുറിച്ച് തയ്ച്ചിക്കർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഹഫളത്തുണ്ട് ചെന്നത്. അല്ലാഹു സർവ മനുഷ്യർക്കും അവൻ്റെ ദാസന്മാർക്കും മലായിക്കത്തിങ്ങാവട്ടെ, ജിന്ന് വർഗത്തിൽപ്പെട്ടങ്ങാവട്ടെ, മനുഷ്യവർഗത്തിൽപ്പെട്ടവങ്ങാവട്ടെ, എല്ലാത്തിരെയും സർവാധികാരം അല്ലാഹു കൈച്ചിക്കർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഹഫളത്തിനെ അല്ലാഹു തആല കടത്തിയ. എന്നിട്ട് അല്ലാഹു ചെൽറതായ പലക്ക നിങ്ങൾ നോക്കൂ. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത്. നിങ്ങൾ നിന്നാരിക്കെങ്കിലും മൗത്ത് എത്തിയണ്ടായെങ്കിൽ, മരണ എത്തിയണ്ടായെങ്കിൽ തവഫത്തഹു റുസുലുനാ, ഞങ്ങൾ ഏൽപ്പിച്ചതായ മലക്ക് നിങ്ങളെ പിടിച്ചെടുക്കാറ്, നിങ്ങൾ ആത്മാവുരെ റൂഹുരെ പിടിച്ചെടുക്കാറ്. വഹും ലാ യുഫർരിതൂൻ. അതില് ഒരു വിട്ടുവീഴ്ചയും അങ്ങാക്കില്ല, അതില് ഒരു അഡ്ജസ്റ്റ്മെന്റും അങ്ങാക്കില്ല, ആ വിഷയത്തിൽ ഒരു കരുണയും അങ്ങ് കാട്ടില്ല, ഒരു കൃപയും ആ വിഷയത്തിൽ അങ്ങൊട്ടികയില്ല. നീ മരിച്ചെങ്കിൽ നീ കാറുള്ളാറ്, ഞങ്ങളെ മക്ക കാറുണ്ടു, ഞങ്ങളെ സ്വത്തുര ആറ് നോക്കുരേ, ഞങ്ങളെ അധികാരത്തിനെ ഏറ്റെടുക്കുന്ന ആൾമാരാറ്, അവൻ്റെ പെഞ്ഞായി ഗർഭിണിയായി ചിക്കറാല്, അല്ലെണ്ടെങ്കിൽ അവൻ്റെ മക്ക ചെറിയ മക്ക ഇച്ചിക്കറാറ്. ധാർമ്മികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള വിദ്യാഭ്യാസ പഠിக்கிறങ്ങ ഇച്ചിക്കറാറ്. ധാരാളമായിട്ടുള്ളതായ ബാധ്യത ഉള്ളവനായി ചിക്കറ. ചെമ്മ ആൾമാർ, അവൻ്റെ കുടുംബത്തെ ആൾമാറും അല്ലാത്ത ആൾമാറും അവനെ ആശ്രയിച്ചിട്ടുള്ളാറ്. ഇപ്പോ ഓൻ്റെ ആത്മാവരെ പിടിക്കുന്നത് വേണ്ട, ഓണ്ടൊട്ടിക്ക് കിറുഫ കാട്ട കരുണ കാട്ട ചെൽറതായ വിഷയ മലക്കുക്ക് ഇല്ലേ ഇല്ല, മലായിക്കത്തുക്ക് ഇല്ലേ ഇല്ല. അല്ലാഹു അങ്ങലൊട്ടിക്ക് എന്തിനെ കൽപ്പിച്ചിറാന അത് പരിപൂർണമായിട്ട് ഒരു കടുക് മണിരച്ചര പോലും അതുക്ക് പോരലേറ്റാമാറ് അതിനെ കാത്തു സൂക്ഷിക്കുന്നതായ, അത് പ്രവർത്തിക്കുന്നതായ, അത് നിർവഹിക്കുന്നതായ ആൾമാരയച്ചിക്കാറ് അല്ലാഹുരെ മലായിക്കത്ത്. ഗൗരവമായിട്ട് ഞങ്ങൾ ചിന്തിക്കണായ ഒരു വിഷയത്തിക്കർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറത് നോക്കോറു, അവിടേക്ക് തീരില്ല. സുമ്മ റുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്.
അങ്ങനെ ആത്മാവരെ പിടിച്ചെന്ന് പിന്നെ അങ്ങനെ റൂഹുരെ പിടിച്ചെന്ന് പിന്നെ പിടിച്ചെടുത്തെന്ന് പിന്നെ പാരതീകമായിട്ടുള്ളതായ ലോകത്തുക്ക് രക്ഷാധികാരിയായ അള്ളാഹുര മുന്നോളു അങ്ങ് ബണ്ടാറ് അങ്ങനെ കൊണ്ടുബണ്ടാറ് അള്ളാഹുര മുന്നോൾ അങ്ങനെ ഹാജരാക്കാറ് അള്ളാഹു ഏൽപ്പിച്ചതായ മലായികത്ത്. എന്നിട്ട് അള്ളാഹു തആല ചൊല്ലുന്നത് അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഹുൽ ഹാസിബീൻ. എന്നിട്ട് അള്ളാഹു ചൊല്ലുന്നത് അലാ അറിയോർ, മരിക്കലോട് കൂടി തീരില്ലേ, മരണത്തോട് കൂടിയായിത്തിക്കര് മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ളതായ ശാശ്വതമായിട്ടുള്ളതായ ജീവിതത്തിക്കുള്ളതായ തുടക്കമേ മരണമായിത്തിക്കർ. ഇത് താത്കാലികമായിത്തിക്കർ. ഏത് സമയത്തും ഏത് സെക്കൻഡിലും ഏത് ജാഗലും എവിടെയും ഞങ്ങളെ ഈ ജീവിത അവസാനിക്കുള്ളതായിത്തിക്കർ. സഹോദരന്മാരെ, എത്ര എത്ര ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായ ചിന്തിപ്പിക്കുന്നതായ മരണവാർത്തകൾ ദൈനംദിനമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള. രോഗിയായിട്ട് രോഗത്തിന് അങ്ങേ അറ്റത്തേക്ക് എത്തിത്ത് ഇണ്ട് മരിക്കും നാളെ മരിക്കും ചെന്ന് നിരീക്ഷിച്ചതായ ആൾമാരല്ല, ഒരിക്കലും വിയരിക്കാത്തതായ ചോര തലക്കുന്നതായ യുവത്വത്തുക്ക് എങ്ക് പ്രവേശിച്ചതായ 15, 16, 20, 25, 30, 35, 40 വയസ്സുള്ളതായ ചെറുപ്പക്കാരും അതേപോലെ ചെറുപ്പക്കാർത്തിങ്ങ ബാലക്കാർത്തിങ്ങ ദൈനംദിനമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കോ. 2 നാൾ മുന്നുള്ള ഐത്തിക്കര് ഞങ്ങളെ എല്ലാരെയും ഞെട്ടിപ്പിച്ചതായ ഇടീ ദക്ഷിണ കന്നഡ ജില്ലരെ മാത്രല്ല എല്ലാരെയും ഞെട്ടിപ്പിച്ചതായ ഒരു മരണവാർത്ത ഞങ്ങൾ കേട്ടത്. തൊട്ടടുത്തുള്ളതായ മുട്ടത്തുള്ളതായ മദനി നഗരത്തിൽ ജാവു കിടന്നു പറഞ്ഞതായ ഒരു കുടുംബം നോക്കൊരു സഹോദരന്മാരെ, അങ്ങ് ബീഹരിച്ചിട്ടില്ലേ? ഇത് ഞങ്ങൾ അവസാനത്തെ ജാവ് അയച്ചിക്കും. നാളെ ഞങ്ങൾ കിടന്നിട്ട് ഉറങ്ങുള്ളത് ഒട്ടിಗೆ ഖബറായി തിക്കറി ചെന്ന് ബീഹരിച്ചങ്ങല്ല, സന്തോഷത്തിൽ ഒട്ടിಗೆ ഭക്ഷണം തിന്നിട്ട് കിടന്നുറങ്ങിയതായ ഒരു കുടുംബ സുബയാമ്പത്തുക്ക് മണ്ണിരടിയിലായിട്ട് അള്ളാഹു അങ്ക് പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ കുടുംബത്തിക്ക് ഈ ദുഃഖത്തിന് താങ്ങുള്ളതായ ക്ഷമയും സബൂറും അള്ളാഹു കൊടുക്കട്ടെ. അപകടത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളെ ചിന്തിപ്പിക്കുള്ളതായിട്ടിക്കർ, ഞങ്ങളെ മരണത്തിന് നെനപ്പാക്കുള്ളതായിട്ടിക്കർ, ഞങ്ങളെ വിശ്വാസത്തിന് നന്നാക്കുള്ളതായിട്ടിക്കർ, ഞങ്ങളെ സ്വഭാവത്തിന് പരിവർത്തനാക്കുള്ളതായിട്ടിക്കർ. സഹോദരന്മാരെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. ഉമ്മയും അബ്ബയും പ്രായപൂർത്തി കടന്നതായ 2 പെൺമക്ക ഒരേ ഖബറിൽ കിടന്നിട്ട് ഉറങ്ങുറാറ്. അള്ളാഹുരെ വിധിയാറ് ഗൈത്തിക്ക് തടയൊക്കെ സാധ്യ. ഇങ്ങനെ എത്ര എത്ര മരണ വാർത്ത ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള. വാരക്കണക്കിന് മുന്നോളായിത്തിക്കറ് കുവൈത്തില് ഒരു ക്യാമ്പിൽ ഉണ്ടതായ തീപിടുത്തത്തില് 100 കണക്കിന് ആൾമാർ മരണപ്പെട്ടാർ. കുടുംബத்துக்கு വേനായിട്ട് പെഞ്ഞായി മക്കൾക്ക് വേനായിട്ട് കടൽ കടന്നിട്ട് ചോര നീരാക്കിത്ത് അധ്വാനിക്കുക വേനായിട്ട് പോയതായ ചെറുപ്പക്കാർ, അതില് 40 ചില്ലാനം ഡെഡ് ബോഡിയെ കൊച്ചി എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് വിശേഷ വിമാനത്തില് 24ഓളം മലയാളികളെ എത്തിക്കാറ്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങ ഉള്ളാർ അല്ലാത്ത ആൾമാരുള്ളാർ. അള്ളാഹു അങ്ങനെ കുടുംബത്തിക്ക് ക്ഷമ സബൂർ കൊടുക്കട്ടെ. ചിന്തിക്കോർ, ഇതൈത്തിക്കർ മരണ, ഈ മരണ ഹക്കൈത്തിക്കർ. ഇതിൽ നിന്ന് ബച്ചവാവോഗു, ഇതിനെ തടയോഗു സാധ്യമേ അല്ല. അള്ളാഹുരെ വിശുദ്ധമായ ഖുർആൻ പല അധ്യായത്തിലും, 2-ാമത്തെ അധ്യായ സൂറത്ത് ബക്കറിലും
മൂന്നാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിലും 4-ാമത്തെ അധ്യായ സൂറത്ത് നിസായിലും 5-ാമത്തെ അധ്യായ സൂറത്ത് മാഇദയിലും 6-ാമത്തെ അധ്യായ സൂറത്ത് അൻആമിലും 7-ാമത്തെ അധ്യായ സൂറത്ത് അറാഫിലും സൂറത്ത് അംഫാലിലും 1-ാമത്തെ അധ്യായ സൂറത്ത് തൗബലും ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ധാരാള ജാഗല് 70 കാട്ടിയാരെ മരണത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എച്ചരിക്കത്തണ്ട. അതായത് ನಾವು ಓದಿಯದಾಯ ಆಯತ್ತು ಸೂರತ್ ಅನ್ಆಮರದ್ ಸುಮ್ಮ ರುದ್ದು ಇಲಲ್ಲಾಹಿ ಮೌಲಾಹುಲ್ ಹಕ್. മരണ ഹക്കൈത്തിക്കർ, അതിൽ സംശയമേ ഇല്ല, മരിക്കണേ. പക്ഷേ ആ മരണാനന്തര ഉള്ളതായ ജീവിത, ആ ജീവിത ನೆಮ್ಮದಿಯವನುಂಟೆಂಗಿൽ ഞങ്ങളെ ഈ ഹയാത്തിനെ ഞങ്ങൾ നന്നാക്കണം. നാളെ പാരത്രികമായ ലോകത്തില് ആദിമ മനുഷ്യനിൽ നിന്ന് അവസാനത്തോളം വന്നതായ സർവ മനുഷ്യരെയും യജമാനനായ സർവാധികാരിയായ പടച്ച റബ്ബുരെ എതിർല് അവന്റെ കോർട്ടിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് അല്ലാഹു തആല ചെല്ലുന്നത് അലാ അറിയോರು നിങ്ങ ലഹുൽ ഹുക്കുമു, അവനുകൈത്തിക്കറ് തീർപ്പ് കൊടുക്കുള്ളതായ അധികാരം ഉള്ളത്. അവനൈത്തിക്കറ അണ്ടത്തെ ജഡ്ജ്, അവനൈത്തിക്കറ അണ്ട് തീരുമാനം എടുக்கிறവനോ. വഹുവ ഹസ്റഹുൽ ഹാസിബീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് ഹിസാബ് എടുக்கிறങ്ങളിൽ വെച്ചിട്ട്, കണക്ക് നോക്കുന്നതിൽ വെച്ചിട്ട്, വിചാരണ ആക്കുന്നതിൽ വെച്ചിട്ട് ആയത്തര സ്പീഡില് വിചാരണ തീർக்கிறവനായി തിക്കറ റബ്ബ്. ആയത്തര സ്പീഡില് ഒന്നും മറച്ചു വെക്കുകയില്ല സഹോദരന്മാരെ. എല്ലാ അല്ലാഹുവിന്റെ കോർട്ടിൽ വെളിപ്പെട്ട് ചിന്തിക്കൊണായ ഒരു വിഷയത്തിക്കർ മരണ ചെല്ലുന്നത് എത്ര പരമമായിട്ടുള്ള സത്യത്തിക്കർ. ഞങ്ങ പല കാരണങ്ങളും മരണത്തിന്റെ പേരിൽ ഞങ്ങ ചെല്ലുക. അങ്ങനെ മരിച്ചത്, ഇങ്ങനെ മരിച്ചത്, അങ്ങനെ ആയിച്ചിന്നില്ലെങ്കിൽ അങ്ങ് ബച്ചവാവത്താറ്, അവിടെ പോയിച്ചിന്നില്ലെങ്കിൽ അങ്ങ് ചെയ്ക്കത്താർ, പല കാരണങ്ങളും ഞങ്ങ ചെല്ലുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് നിങ്ങൾ നോക്കൂ. 3-ാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിലെ 145-ാമത്തെ ആയത്തിൽ അല്ലാഹ് ചെല്ലുന്നത് എത്ര വ്യക്തമായി തിക്കറ്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബം മുഅജ്ജലാ. അല്ലാഹു തആല ചെല്ലുന്നത് വമാ കാന ലിനഫ്സിൻ, ഒരു നഫ്സുകും സാധ്യല്ല, അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി ഇല്ലാമാറ്, അല്ലാഹുവിന്റെ പെർമിഷൻ ഇല്ലാമാറ് ഒരു നഫ്സും മരിക്കുക സാധ്യല്ല. കിതാബം മുഅജ്ജലാ, രേഖപ്പെടുത്തപ്പെട്ടതായ കിതാബുൽ അല്ലാഹു ലിഖിതമായിട്ട് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ലോകത്തിൽ വെച്ചിട്ട് ഒരു നഫ്സും ഒരാളും മരിക്കില്ല. ഈ ഖുതുബാക്രതായ നാണ് കേൾക്കുന്നതായ ഞങ്ങളെല്ലാവരുടെ മരണ അല്ലാഹു സുബ്ഹാനഹു തആല മുൻകൂടി നിശ്ചയിച്ച് വെച്ചിരാ. അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിരാ. വാഹനത്തില നടന്നുകൊണ്ട് പോകുമ്പത്തുക, ഔത്തുലു ഇറങ്ങിയപ്പമ, ഫ്ലൈറ്റില, വിദേശത്തില, പള്ളിയില, ബാത്റൂമില, എവിടെ ചെന്ന് പിടിയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് വാക്യൽ അല്ലാഹു തആല ചെന്ന് നിങ്ങളുടെ ഞങ്ങൾ മരണത്തിന് ഡിക്ലെയർ ആക്കിരാ. ചിന്തിക്കൊരു സഹോദരന്മാരെ, ഇത്തര പരമമായിട്ടുള്ളതായ സത്യം ഞങ്ങൾക്ക് പിടിയുന്നിട്ടും ദൈനംദിനമായിട്ട് മരണവാർത്ത ഞങ്ങൾ കേട്ടിട്ടും അത് ഞങ്ങൾ കണ്ടിട്ടും പരിവർത്തനാവില്ലെങ്കിൽ, ഞങ്ങളെ വിശ്വാസത്തിന് ശുദ്ധീകരിക്കുക ആവില്ലെങ്കിൽ, ഞങ്ങളെ സ്വഭാവത്തിന് നന്നാക്കുക ആവില്ലെങ്കിൽ, കുടുംബ ബന്ധം ചേർക്കുക ആവില്ലെങ്കിൽ,
സാഹോദര്യ ബന്ധ ചേർക്കുകയെങ്കിൽ പരസ്പര അശ്രദ്ധല് ഗഫലത്തില് ഹറാമുలు ഞങ്ങൾ ജീവിതത്തിലെ ആയുസ്സിനെ ഞങ്ങൾ ചെലവാക്കണ്ടെങ്കിൽ എത്ര വലിയതായ നഷ്ടമായി തീരും, എത്ര വലിയതായ പരാജയമായി തീരും. ഒന്ന് നിങ്ങൾ ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത്, അല്ലാഹു രേഖപ്പെടുത്തിച്ചല്ലാമാറ് ഒരു നഫ്സും അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ മരിക്കല. എന്നിട്ട് അല്ലാഹു ചൊല്ലുന്നതായ വിഷയം നിങ്ങൾ നോക്കൂ, എത്ര ഗൗരവമായി ചിക്കറ്. ومن يرد ثواب الدنيا نعطيه منها. ഒരാള് ദുനിയാവുരെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കണ്ടെങ്കിൽ അള്ളാഹു മൗത്തുരെ വിഷയം ചെന്നിട്ട്, മരണത്തിലെ വിഷയം ചെന്നിട്ട്, അതിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എച്ചരിക്ക തന്നിട്ട് അല്ലാഹ് ചെല്ലുന്നതായ പൊലക്കണിക നോക്കൂ. അള്ളാഹു ചെല്ലുന്നത്, ഒരാള് ദുനിയാവുരെ മാത്രം കൊതിക്കരെ, ആഖിറ വേണ്ട. എപ്പോ നോക്കിയെങ്കിലും ദുനിയാവുരെ വിഷയത്തിൽ മാത്രം ബിസി. എന്താ പള്ളിക്ക് വരാത്തെ? കച്ചോട. എന്താ ജുമാക്ക് തെല്ല് ಬೇಗ വരാത്തെ? കച്ചോട. എന്തേ ക്ലാസ്സിക്ക് വരാത്തെ? കച്ചോട. എന്താ ഖുർആൻ പഠിക്കുക വരാത്തെ? കച്ചോട. ഡ്യൂട്ടി. എപ്പോ നോക്കിയെങ്കിലും ദുനിയാവുരെ വിഷയം മാത്ര. ദുനിയാവ് ആഖിറത്തിനെ നേടിയെടുക്കുക ഞങ്ങൾക്ക് തടസ്സാവുടെങ്കിൽ സഹോദരന്മാരെ, ഒന്നു ഞങ്ങൾ ബീരിക്കണോ, ഇത് ഞങ്ങളെ പരാജയത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയതായ പരാജയമായി തീർക്കും. ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ സ്വാലിഹീങ്ങളായ ആൾമാർ, മഹാന്മാരായ സ്വഹാബിമാർ, ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ വഹ്ദാനിയത്തിനെ പ്രബോധനാക്കുക വന്നതായ പ്രവാചകന്മാർ, അങ്ങനെ പത്നിമാർ, അങ്ങല്ല ദുനിയാവിൽ ജീവിക്കുന്നതായ കാലത്തോളം ആഖിറത്തിലെ വിഷയത്തിൽ പ്രാമുഖ്യത്തെ കൊടുത്തോണ്ടിരുന്നാർ. ആഖിറത്തിലെ വിഷയത്തിൽ ആരെ പ്രാമുഖ്യത്തെ കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ദുനിയാവുരെ കാര്യത്തിൽ അല്ലാഹു ഏറ്റെടുക്കുക. അതിനർത്ഥ കാലി ആഖിറത്തിലെ വിഷയത്തിൽ മാത്രം ചിന്തിക്കണോ, ദുനിയാവ് വേണ്ട ചെന്തല്ലതിനർത്ഥ. ആഖിറ ഇല്ലാതെ ദുനിയാവുരെ നേടുകുത്തീരാ. ഇന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ ദൈത്തിക്കര്. ആഖിറത്തുക്ക് വേനായിട്ട് പ്രാർത്ഥിക്കരുത്, ദ്വാരക്കര്. അതേപോലെ ദ്വാരക്ക് വേനായിട്ട് ഏൽപ്പിക്കര് ചെല്ലര്, അത് ഭാരി കൊറടി. എല്ലാം നോക്കുമ്പോഴത്തേക്കു ദുനിയാവുരെ വിഷയത്തുക്ക് മാത്ര. ഈമാനോട് കൂടിച്ച് മരിക്കണു റബ്ബേ. മരണാനന്തരം ഉള്ളതായ ജീവിത സുഖകരമാവണോ, ഖബറിലെ ഹിസാബ് എളുപ്പമാവണോ, അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നക്ക് കൂടണോ, നാളെ പാരത്രികമായിട്ട് നന്മയും തിന്മയും തൂക്കപ്പെട്ടതായ സന്ദർഭത്തില് തിന്മ കൊറടിയായിട്ട് നന്മ അധികരിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗനക്ക് നേടിയെടുക്കുക സാധിക്കണോ. ഇതൊക്കെ വേനായിട്ട് ഞാൻ പ്രാർത്ഥിക്കണോ, ഇതൊക്കെ വേനായിട്ട് ഞാൻ പ്രവർത്തിക്കണോ, ഇതൊക്കെ വേനായിട്ട് എൻ്റെ വിശ്വാസത്തിനെയും അമലിനെയും ഞങ്ങൾ നന്നാക്കണോ ചെല്ലുന്നതായ ബിയാര ആൽമാർക്ക് കൊറടി. എന്തുകൊണ്ടു? അള്ളാഹു തന്നതായ ആയുസ്സിരെ ബല പിടിയില്ലാത്ത സബലൈറ്റിക്കറ്. അതേറ്റിക്കർ അള്ളാഹു താല ചെന്നത്, വമൻ യുരിദ് സവാബ ദുനിയ നൗതീഹി മിൻഹാ. ദുനിയാവുരെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കുക, അതും കൊടുക്കുക. എന്തുകൊണ്ട്? അല്ലാഹു റഹ്മാൻ അയച്ചിക്കറ, പരമകാരുണികൻ അയച്ചിക്കറ. അല്ലാഹു അവനുക്ക് ഭയപ്പെട്ടവനുക്കും ഭയപ്പെടാത്തവനുക്കും അല്ലാഹു ദുനിയാവിൽ കൊടുക്കുക. അതവന്റെ അധികാരം അയച്ചിക്കറു. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുന്നത്, വമൻ യുരിദ് സവാബൽ ആഖിറ നൗതീഹി മിൻഹാ. അതല്ല ആഖിറത്തിലെ വിഷയത്തിൽ ആഖിറത്തിലെ പ്രതിഫലം അവനോ ആഗ്രഹിക്കണ്ടെങ്കിൽ നിന്റെ പാരത്രികമായിട്ടുള്ളതായ ജീവിതത്തിൽ നിനക്ക് സുഖം നേടിയെടുക്കണോ, നിന്റെ പരലോക വിജയിക്കണോ ചെല്ലുന്നതായ ബിയാരത്തിൽ അവന് ജീവിക്കണ്ടെങ്കിൽ
അതും അല്ലാഹു തആല ഉനക്ക് കൊടുക്കുറ. വസനജിസി ശാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലത് അങ്ങനെ ശുക്റുള്ളതായ അല്ലാഹുരെ ശുക്റാക്കിത്ത് നന്ദിയുള്ളവനായിട്ട് അല്ലാഹുരെ ശുക്റാക്കിത്ത് ജീവിച്ചതായ ആൾമാർക്ക് ಅದರ ಪ್ರತಿಫಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಾല പിന്നെ കൊടുക്കുற ചെന്തൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു താല ചെല്ലത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ ചിന്തിക്കോനായ വിഷയിച്ചിക്കർ ആ മരണ എത്തുന്നതിക്ക് മുന്നോലു ഞങ്ങളെ ഹയാത്തിനെ ഞങ്ങൾ നന്നാക്കണം. ഞങ്ങളെ ഹയാത്തിൽ ഞങ്ങൾ നന്നാക്കി തീർക്കണായ ധാരാളമായിട്ടുള്ളതായ കാര്യമുണ്ട്. എത്ര എത്ര ആൾമാർ ആദർശത്തിൽ വിശുദ്ധിയില്ലാത്ത ആൾമാരില്ലേ? എത്ര എത്ര ആൾമാർ വിശുദ്ധമായ കഅബാലയത്തിക്ക് ഹജ്ജ് കർമ്മത്തിക്ക് വേനായിട്ട് പോയിട്ട് പോലും നന്നാവാത്തതായ സുദുരാവാത്ത എത്ര എത്ര ആൾമാരുള്ള സഹോദരന്മാരെ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കി ചിക്കുവാർ ഉടുത്തെ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്കു ലാ ശരീക ലക്. തൽബിയത്ത് ചെന്നിട്ട് അല്ലാഹുരെ മാത്രം വിളിച്ചിട്ട് പടച്ചവനെ നിന്റെ വിളിക്കനാണ് ഉത്തര തന്ന്, നിക്കൊരു പാർട്ട്ണർ ഇല്ല, ശരീക്കില്ല, നാ ശിർക്കാക്കില്ല റബ്ബേ, അല്ലാഹുരെ വിളിച്ചിട്ട് സഹോദരന്മാരെ ആ പവിത്രമായ അയ്യാമുത്ത ശരീക്കിരെ നാളില് അതേപോലെ ദുൽഹിജ്ജ 8-2 മിനാരെ ടെൻട്രെ ഉൽഗ ബദർ മൗലൂദാക്കിയത് പരസ്യമായിട്ട് മങ്കൂസ് മൗലൂദാക്കിയത് അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് തേടിയത് പ്രാർത്ഥിച്ചത്. ഇത്രയും ദുർഘടന നിങ്ങൾ നോക്കൂ ഈ സമുദായത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതല്ലേ സഹോദരന്മാർ, അള്ളാഹു കൊടുത്തതായ ആയുസ് വേസ്റ്റാക്കിയാർ, അള്ളാഹു കൊടുത്തതായ സമ്പത്ത് വേസ്റ്റാക്കിയാർ, അള്ളാഹു കൊടുത്തതായ നിഅമത്തിനെ ദുരുപയോഗപ്പെടുത്തിയാർ, അള്ളാഹു കൊടുത്തതായ ചാൻസിനെ ദുരുപയോഗപ്പെടുത്തിയാർ. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, പരിവർത്തനായില്ലെങ്കിൽ ഏറ്റവും വലുതായ പരാജയത്തിരെ പടുക്കുയിലേക്ക് അയച്ചു പോയിട്ട് എത്തിരത്ത്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പിരിസത്തോ സഹോദരന്മാരെ സഹോദരിമാരെ, ചെന്നതുപോലെ ഞങ്ങൾ ആയുസ് ചെല്ലുന്നത് അമൂല്യമായി തിക്കർ. എത്ര വില കൊടുത്തിട്ടെങ്കിലും തിരിച്ചു കിട്ടാത്തതായി തിക്കർ. ഞങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞു പോകേണ്ടതായ പ്രതി ഒരു സെക്കൻഡ് പോലും അല്ലെ. നിങ്ങൾ നോക്കൂ, എത്ര സഹോദരന്മാർ സഹോദരിമാർ സ്വന്തമായിട്ട് ശ്വാസം എടുക്കുക, ഓക്സിജൻ എടുക്കുക സാധ്യയില്ലാതെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടെ ശ്വാസം എടുക്കുക വേനായിട്ട് മണിക്കൂറുകു 1000 ഉറുപ്പ്യ ചെലവാക്കുറങ്ങ ഉള്ളാർ. എത്ര ആൾമാരുള്ളാർ. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, ഈ യൗവന, ഈ ആരോഗ്യ, ഈ ആഫിയത്ത് ഏത് സമയത്തും നിലനിൽക്കു ചെല്ലുക സാധ്യമേ അല്ല. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങൾ ആയുസ്സിനെ തിരിച്ചെടുക്കുക. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങളെ യൗവനത്തിൽ അള്ളാഹു തിരിച്ചെടുക്കുക. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങളെ യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിൽ അള്ളാഹു ആക്കുക. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങൾ ഏത് സമയത്തും രോഗ ഇല്ലാത്തതായ ഞങ്ങൾ രോഗിയാവാ. ഏത് സീക്കും എപ്പോഴും ഞങ്ങൾക്ക് കടന്നു പറ. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ട് സമയത്തിലെ ബല ഞങ്ങൾ മനസ്സിലാക്കണം. പരലോകത്തുള്ളതായ സമ്പത്ത് സമ്പാദിക്കുന്നതിൽ ഞങ്ങൾ ആയുസ്സിനെയും ഞങ്ങൾ ആരോഗ്യത്തിനെയും ഞങ്ങൾ കഴിച്ചു കൂട്ടണം. എത്ര ആൾമാർ നാനാനംത്തിര രോഗങ്ങളെ കൊണ്ടിട്ട് പ്രയാസപ്പെട്ട ആൾമാരുള്ളാർ. അതുകൊണ്ടിട്ട് അതെല്ലാം ഞങ്ങൾക്ക് ഒരു ഗുണപാഠമായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനിൽ ചെന്നതുപോലെ സൂറത്ത് സുമറിൽ വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങളെ റബ്ബുക്ക് നിങ്ങൾ മടങ്ങൂ.
വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. നിങ്ങൾക്ക് അല്ലാഹുര അദാബ് പനിഷ്മെന്റ് ಬಂಡದಕ್ಕೆ ಮುನ್ನಲು ನಿಂಗ ಅಲ್ಲಾಹುಗೆ ಪರಿಪೂರ್ಣಮಾಯಿತು ಸರೆಂಡರ್ ಅವರು ಯಥಾರ್ಥ ಮುಸ್ಲಿಂ ಅವರು ಅಲ್ಲಾಹುರ ಅದಾಬ್ ನಿಂಗೆ ಬಂದೆತ್ತಿ ಎಂಟ ಇಂಗಲೇ സുമ്മലാ തുൻസറൂൻ. പിന്നെ നിങ്ങളെ ബച്ചവാക്കുകൂ, നിങ്ങളെ സഹായിക്കുകൂ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ നന്നാക്കി എടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ട്. ധാരാളം ആൾമാർ ദുആ കൊണ്ടുത്ത് ഏൽപ്പിച്ചിരാറ്. அதுக்கு முன்னலு ஒரு விஷய சொல்லக்குள்ளது, இது அல்லாஹுர பள்ளியை சிக்கிரு, பள்ளிர ಹುರುಮತ್ತರೆ ಪಾವಿತ್ರತೆ ನಂಗೆ ಕಾತು ಸೂಕ್ಷಿಕೋನು. ಅಲ್ಲಾಹುರ ಭವನമായി ಚಿಕ್ಕರು, ಇದು ತಮಾಸ ಕಲಿಯಲ್ಲ. ಧಾರಾಳ ಆಲ್ಮಾರ್ ಔತುರೆ നിങ്ങളെ ಅಂಗಡಿയിൽ നിങ്ങൾ ബാണിയാക്കര കൊടുത്ത് ഉളു എടുത്തിട്ട് പള്ളിക്ക് ബണ്ടെങ്ക ഉള്ളാറ്. നല്ല വിഷയത്തിക്കറ്, അത് യാറെ പ്രതിഫലമുണ്ട്. പക്ഷേ സീത ബന്ത് കാൽ കൽഗാമാറ് പള്ളിക്ക് കടന്നിട്ട് ബണ്ട ധാരാളം ആൾമാറുള്ളാറ്. ഞങ്ങൾ നോക്കിയതയച്ചിക്കർ പാടില്ല. നിങ്ങൾ ബണ്ട ടൈമു എത്രമാ ഡൈനേജിലെ തണ്ണി റോഡിൽ പോയോണ്ടുണ്ടു, എത്രമാ നജസ് റോഡിൽ പോയോണ്ടുണ്ടു. അതിലെല്ലാം ചവിട്ടിത്ത് ചേരുകയും നജസിനെയും ചവിട്ടിത്ത് പള്ളിക്ക് കടന്നിട്ട് വേണ്ടേ പള്ളിയുടെ പാവിത്രത നഷ്ടപ്പെടുത്തരുതയച്ചിക്കര്. ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കോറു. അതേപോലെ ധാരാളം ആൾമാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിരാറ്. അതേപോലെ ബംഗരെ ഹംസ അയാളെ മോള് ഉഷാറില്ലാതെ സീരിയസ് ആയ നിലക്ക് ഹോസ്പിറ്റലിലുണ്ട്. അതേപോലെ പിന്നൊരു ഞങ്ങളെ മുൽക്കിരെ പള്ളിയുടെ പ്രസിഡന്റ് അയാളെ മോള് വെന്റിലേറ്ററിൽ പ്രസവിച്ചിട്ട് സീരിയസ് ആയിട്ടുള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു തആല ಅಂಕೆಲ್ಲ ಪರಿಪೂರ್ಣಮಾಯಿತುള്ള ಆಫಿಯത്തും ಶಿಫ ಅಲ್ಲಾಹು ಕೊಡ್ತು ಅನುಗ್ರಹಿಕಟ್ಟು. ആജിലായിട്ടുള്ള ಶಿಫ അല്ലാഹു അങ്ക് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗത്തിൽ നിന്ന് അല്ലാഹു അങ്ങലെയും ഞങ്ങളെയും സലാമത്താക്കട്ടെ. അതേപോലെ കഴിഞ്ഞ് ഒരു 3-4 നാൾ മുന്നോലെ എത്തിക്കര് ഞങ്ങളെ ഉള്ളാല ബാസാക്കര് ഒരു പുള്ളി പെട്ടെന്ന് മരണപ്പെട്ടത് ഞങ്ങളെല്ലാവരെയും ബേജാറിലാക്കിയ ദുഃഖത്തിലാക്കിയ ഒരു ദുർഘടന എത്തിക്കര്. അള്ളാഹു ആ കുടുംബത്തിക്ക് ക്ഷമരെയും സബൂറയും അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് എല്ലാ പ്രയാസത്തിനും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അള്ളാഹു ആ ഉമ്മക്കും ആ കുടുംബത്തിനും ആ ദുഃഖത്തിന് താങ്ങുള്ളതായ ക്ഷമ അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ളതായ അപകടത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സഹോദര സഹോദരിമാരെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അതേപോലെ മരണ ഖൈറാവുടെ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുള്ള ഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم اصلح الاحوال المسلمين في كل مكان. اللهم اصلح حال اخواننا واهلنا في فلسطين. اللهم اصلح حال اخواننا واهلنا في فلسطين. اللهم اصلح حال اخواننا واهلنا في فلسطين. اللهم آمن رعواتهم. اللهم اهكن دماءهم واشف مرضاهم وتقبل شهداءهم. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.